يا الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الله سبحانه وتعالى ദീനുൽ ഇസ്ലാമിൻ്റെ അസ്ലായി അടിത്തറയായി പറഞ്ഞിട്ടുള്ളത് തൗഹീദാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടാൻ തന്നെ കാരണം ഈ തൗഹീദാണ്. 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങൾ നിയോഗിതനായതും ഇത് മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 4 ഗ്രന്ഥങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചത് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ആഖിറത്തിൽ അല്ലാഹു സ്വർഗ നരകങ്ങൾ വേർതിരിച്ച് നൽകുന്നതും തൗഹീദിനെ ആധാരമാക്കിക്കൊണ്ടാണ്. നിസ്കാരം തൊട്ട് അങ്ങോട്ടുള്ള അമലുകളുടെ ഖബൂലിയത്തും തൗഹീദിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. സ്വർഗത്തിനുള്ള ദറജാത്തുകൾ ഉയർത്തപ്പെടുന്നതും തൗഹീദിന്റെ ഈമാനിന്റെ തോതനുസരിച്ചാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അത്രയധികം പ്രാധാന്യം ഉള്ള ഒരു സംഗതിയാണ് തൗഹീദ്. അത് പ്രഖ്യാപിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ആ വിഷയത്തിലുള്ള കരാർ അർപ്പിക്കാനും പഠിപ്പിക്കപ്പെട്ട കലിമത്താണ് അൽ കലിമത്തു ത്വയ്യിബ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് ഉച്ചരിക്കൽ കൊണ്ട് മാത്രം ഒരാൾ മുവഹിദ് ആവുന്നില്ല. മറിച്ച് അതിന് പറയപ്പെട്ടിരിക്കുന്ന ആ കലിമത്തിന്റെ ശുറൂത്തുകളും അർക്കാനുകളും പാലിച്ചുകൊണ്ടും അത് ബാത്തിലായി പോകുന്ന കാര്യങ്ങളെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ടും ഒരാൾ അത് ജീവിതത്തിൽ അമലി രംഗത്ത് കൊണ്ടുവരുമ്പോഴേ എന്താണോ അതിന്റെ ലക്ഷ്യം അത് പൂർത്തിയാകുന്നുള്ളൂ. ഇമാം വഹബ് ബിൻ മുനബ്ബഹ് റഹ്മഹുല്ലാഹു തആലയോട് ചോദിക്കപ്പെട്ടു, സ്വർഗത്തിന് താക്കോലുണ്ടോ? അദ്ദേഹം പറഞ്ഞു, താക്കോലുണ്ട്. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, താക്കോലുണ്ടെന്ന് പറഞ്ഞാൽ വെറും താക്കോലല്ല, ഏത് താക്കോലിനും അതിന്റെ പല്ലുകൾ ഉണ്ടാവും. സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനും പല്ലുകളുണ്ട്. ലഹു അസ്നാൻ, ആ കലിമത്തിന്റെ പല്ലുകളാണ് ശുറൂത്തുഹു, കലിമത്തു തൗഹീദിന്റെ ഷർത്തുകൾ. അപ്പൊ ഷർത്തുകൾ പാലിക്കപ്പെടാതെ ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോയാൽ കബൂലല്ല. അതുകൊണ്ട് എന്താണോ ലക്ഷ്യമാക്കുന്നത് അത് കിട്ടുകയും ഇല്ല. അതുകൊണ്ടാണ് ഹാഫിദ് ബിൻ ഹക്കം റഹ്മഹുല്ലാഹു തആല ആ ഒരു കവിത നമുക്ക് ശുറൂത്തുകൾ പെട്ടെന്ന് ഹിഫ്ദ് നിൽക്കാൻ പറഞ്ഞു തന്നത്. അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു ഫദിരി മാ അഖൂലു അസ്ദിഖു വൽ മഹബ്ബ അസ്ദിഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബ വഫഖക അല്ലാഹു ലിമാ അഹബ്ബ. ഒന്ന് ഇൽമാണ്, അൽ ഇൽമു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ സംബന്ധിച്ചുള്ള അറിവ്, അതിന്റെ മഅനയും അതേപോലെ തന്നെ എന്താണോ അത് ലക്ഷ്യമാക്കുന്നത് അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അൽ മുനാഫി ലിൽ ജഹൽ, എന്താണോ ആ കലിമത്തുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളത് അതല്ല, സ്രോതസ്സിൽ നിന്ന് ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹി എന്ന ദീനുൽ ഇസ്ലാമിന്റെ സ്രോതസ്സിൽ നിന്നുള്ള കലിമത്തു തൗഹീദിനെ പറ്റിയുള്ള ഇൽമ്, ഇതാണ് ആവശ്യം. രണ്ടാമത്തത്
അങ്ങനെ അറിഞ്ഞു വെച്ചാൽ മാത്രം പോരാ, ആ അറിഞ്ഞ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ശക്കോ റൈബോ ഇല്ലാത്ത യഖീൻ അനിവാര്യമാണ്. എന്താണ് ശക്കും റൈബും തമ്മിലുള്ള വ്യത്യാസം? ശക്ക് നമുക്ക് പൊതുവെ സംശയം എന്നർത്ഥം പറയാം. റൈബ് ശക്കിൽ തന്നെ കുറച്ചുകൂടി സൂക്ഷ്മത പാലിക്കുന്ന വാക്കാണ്. അർത്ഥം സംശയം തന്നെ. പക്ഷെ ശക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ഒരു സംശയം വന്നേക്കാം. പക്ഷെ റൈബ് അത് തീരെയില്ലാത്ത വാക്കാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിനും വകയില്ല. അതുകൊണ്ടാണ് റൈബ് ഉപയോഗിച്ചത്. അങ്ങനെ സംശയമില്ലാത്ത രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ യഖീൻ ഉണ്ടായിരിക്കണം. എന്നാലും എന്നൊരു ചിന്താഗതി മുവഹിദിനെ ബാധിച്ചുകൂടാ. വസ്തുക്കളെ ഉപയോഗിക്കാമെങ്കിലും ഇഅ്തിമാദുൽ ഖൽബ്, അല്ലാഹുവിൽ നിന്ന് യഖീൻ ഉള്ളവന് ഒരിക്കലും പോയിക്കൂടാ. എന്താ വസ്തുക്കൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ? ഇസ്തിഅ്മാലുൽ അസ്ബാബ്. രോഗിയായി രോഗം മാറാനുള്ള ശിഫാഇന്റെ സബബിൽപ്പെട്ടതാണ് ഡോക്ടറെ കാണൽ. അയാൾ പരിശോധിച്ച് എഴുതി തരുന്ന മരുന്ന് കഴിക്കൽ സബബാണ്. ഇസ്തിഅ്മാൽ ചെയ്യൽ സുന്നത്താണ്, ഉപയോഗിക്കാം. പക്ഷെ ഡോക്ടറെ കണ്ടതുകൊണ്ടോ അനുവദിക്കപ്പെട്ട സബബായ മരുന്ന് ഇസ്തിഅ്മാൽ ചെയ്തത് കൊണ്ടോ എനിക്കെന്ത് കിട്ടൂല? ഷിഫ കിട്ടൂല. അത് ഉറപ്പായിരിക്കണം. മറിച്ച് ഈ സബബ് നിശ്ചയിച്ചവൻ ആരാണോ അവൻ തീരുമാനിച്ചാലേ എന്റെ അസുഖം മാറുള്ളൂ. അതാണ് ഇഅ്തിമാദുൽ ഖൽബ്. ഇവിടെ മുവഹിദുകളെ, മുഅ്മിനുകളെ ശൈത്താൻ പരാജയപ്പെടുത്താൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. ഉദാഹരണത്തിന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു കിതാബ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. മൂസ നബിയും 70ഓളം ആളുകളുമാണ് മലയിലേക്ക് പോയത്, ബനൂ ഇസ്രായേൽ. അങ്ങനെ എവിടെ എത്തിക്കഴിഞ്ഞപ്പോ അള്ളാഹു ചോദിച്ചു, വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസ നിന്റെ കൈമൽ എന്താണ്? ഖാല ഹിയ അസായ, അദ്ദേഹം പറഞ്ഞു ഇതെന്റെ വടിയാണ്. എന്റെ വടി എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്ത് വന്നു? ഒരു യഖീൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം അത് വിശദീകരിച്ചു. അതവക്കഉ അലൈഹ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റ. 3 കാര്യം പറഞ്ഞു. ഞാൻ വടി ചാരി വെച്ച് അതിൽ ചാരി വിശ്രമിക്കും, ആടുനാടുകൾക്ക് ഇലകൾ പറിച്ചു കൊടുക്കും. വലിയ ഫീഹാ മആരിബു ഉഖ്റ, അതല്ലാത്ത ഒരുപാട് ഉപകാരങ്ങൾ എനിക്കതിൽ ഉണ്ട്. ഇഅ്തിമാദ് വന്നു. ഞാൻ പറയുന്ന അറബി അൽഫാദുകൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറയണേ. ഇഅ്തിമാദ് എന്ന് പറഞ്ഞാൽ ആശ്രയം. ഈ വടി എന്റെ കൈമേലുള്ളത് കൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നടക്കും. അതാണ് ഉറപ്പ്. മുസല മനുഷ്യനാണ്. അള്ളാഹു നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഉടനെ അള്ളാന്റെ ഓർഡർ എന്താണ്? അൽഖിഹ യാ മൂസ, ശരി, നിനക്ക് ഇന്ന ഉപകാരങ്ങളൊക്കെ ഈ വടി നിന്നുണ്ടാകുന്നുണ്ട് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വേറൊരു സംഗതി കാണിച്ചു തരാം, നീ താഴെ. ഓർഡർ കിട്ടിയ ഉടനെ, ബിമാന ഫൗരിയ, കാരണം റസൂലാണ്. നമുക്ക് എന്ത് സംഭവിക്കും? അതെന്തിനു ഇപ്പൊ കളയാൻ പറയുന്നു, ഇത്രയും ഉപകാരമുള്ള സാധനം. അത് അമ്പിയാ മുസ്ലിങ്ങൾ എന്തില്ല ചിന്തിക്കൂല. ഉടനടി താഴെ ഇട്ടു. അപ്പൊ തന്നെ വടി എന്തായി? പാമ്പായി. എങ്ങനത്തെ പാമ്പ് എന്ന് അല്ലാഹു പറഞ്ഞു? ജിന്നിനെ പോലത്തെ പാമ്പ്. അതെങ്ങനെ? ജിന്നിനമ്മ കണ്ടില്ല, ജിന്നിനമ്മ കണ്ടില്ല. പിന്നെ എങ്ങനെ ജിന്നിനെ പോലത്തെ പാമ്പ് എന്ന് പറഞ്ഞ്? സൃഷ്ടിച്ച റബ്ബ് പറഞ്ഞതാണ്. അങ്ങനെ ആയിരിക്കും, അല്ലാഹു നമുക്കറിയില്ല. ജിന്നിനെ നമുക്ക് കാണാൻ പറ്റുമോ? അപ്പൊ പിന്നെ വിളിക്കാൻ പറ്റുമോ? ജിന്നിനെ കാണാൻ പറ്റൂല. മനുഷ്യന്റെ കണ്ണുകൾക്ക് ജിന്നിനെ അതിന്റെ അസ്ലിയായ കോലത്തിൽ ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം ജിന്ന് സൃഷ്ടിക്കപ്പെട്ടതിനെ കൊണ്ടാ. വൽജാന്ന ഖലഖനാഹു മിൻ മാരിജിൻ മിൻ നാരി സമൂം, തീ കൊണ്ടാണ്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയെ വെറും ഒരു മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് നേർക്ക് നേരെ കാണാൻ കഴിയൂല. അതുകൊണ്ട് ഏതെങ്കിലും സൂഫി പച്ച തലയ്ക്കിട്ട് താടിയും മോതിരൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്നലെ 2 ജിന്നിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അയാൾ കള്ളനാണ്, കാണാൻ കഴിയില്ല. പിന്നെ
പിന്നെ എന്ത് കോലത്തിൽ കാണാം? മനുഷ്യകോലത്തിൽ വന്നാൽ അത് മനുഷ്യകോലത്തിൽ വന്ന ജിന്നാണ് എങ്ങനെ അറിയും? ഒരു വഴിയില്ല. അതുകൊണ്ട് അവരുമായിട്ട് യാതൊരു കണക്ഷനും നമുക്കില്ല. അങ്ങനെ ഉണ്ടാവണമെന്ന് ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബാക്കളോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ അവരുമായി ബന്ധപ്പെട്ട ഇടപെട്ട വർത്തമാനം പറഞ്ഞ ഒന്നും കിതാബുകളിൽ ഇല്ലതാണ്. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടി ജിന്നിനെ പോലത്തെ പാമ്പായി വന്നു. ഇത് കണ്ടപ്പോ മൂസാ നബി എന്ത് ചെയ്തു? വല്ലാ മുദ്ബിറൻ, ബാക്കോട്ട് ഓടി. മുദ്ബിർ എന്ന് പറഞ്ഞാൽ വന്ന വഴിക്ക് പിറകോട്ട് ഓടി. ഓടുന്ന മൂസയെ അല്ലാഹു വിളിച്ചു, യാ മൂസ അഖ്ബിൽ, മുന്നോട്ട് വാ, വലാ തഖഫ്, പേടിക്കണ്ട, സനുഈദുഹാ സീറതഹൽ ഊലാ, പിടിച്ചാ മതി, ഖുദ്ഹ, പിടിച്ചോളി, നേരത്തെ പോലെ വടിയാക്കി തരാം. വടിയാക്കി കൊടുത്തു. ചോദിച്ചു, ഇനി പറ, ഇനി നിന്റെ വിശ്വാസം എന്താന്ന് പറ. ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. മൂസ, ഇതൊരു സബബ് മാത്രമാണ്, നിന്റെ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സബബ് മാത്രമാണ് ഈ വടി. ഈ സബബിൽ നീ ഇഅ്തിമാദ് ചെയ്യരുത്, ആശ്രയിക്കരുത്. ഈ സബബ് കൊണ്ട് നിന്റെ കാര്യം നടത്തി തരേണ്ടവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ഇഅ്തിമാദ് ആരിലെ പാടുള്ളൂ? അള്ളാഹുവിനെ പാടുള്ളൂ. മുസ്ലിമിക്ക് മനസ്സിലായി. കാലങ്ങൾ കുറെ കഴിഞ്ഞു, യഖീനായി. മുസ്ലിമിക്ക് നേർക്ക് നേരെ യഖീനായി. അങ്ങനെ മിസ്റിൽ നിന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു പറഞ്ഞു, അസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. രാത്രിക്ക് രാത്രി എന്റെ ആൾക്കാരെയും കൊണ്ട്, നീ എന്റെ അടിമകളെയും കൊണ്ടിട്ട് വിട്ടോളി. രാത്രി തന്നെ വിട്ടോളണം, രാവിലെ ആവാൻ നിൽക്കരുത്. പിന്നെ ഇന്നക്കും മുത്തബഊൻ, വേഗം പോയിക്കൊള്ളണം, ബാക്കിൽ ഫിറഔനും പട്ടാളക്കാരും വരും. അങ്ങനെ രാത്രി പരിവാരങ്ങളൊക്കെ കൂട്ടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം യാത്രയായി. ഫിറഔൻ രാവിലെയാണ് സംഗതി അറിയുന്നത്. ബനു ഇസ്രായേലിനെയും കൂട്ടി മൂസ രക്ഷപ്പെട്ടിട്ടുണ്ട്. പട്ടാളക്കാരുമായിട്ട് ഫിറഔനും ബാക്കിൽ വന്നു. ഫഅത്ബഊഹും മുശ്രിഖീൻ. ഇശ്റാഖിന്റെ സമയത്താണ് അവരെന്ത് ചെയ്യുന്നത്? മൂസ നബിയെ പിന്തുടരാൻ തുടങ്ങുന്നത്. ഇവര് സഞ്ചരിച്ചു എത്തിപ്പെട്ടത് സമുദ്രത്തിന്റെ മുന്നിൽ. അവിടെ തമ്പടിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ബാക്കിൽ നിന്ന് പരിവാരങ്ങൾ വരുന്ന ശബ്ദം ഇവർ കേൾക്കുകയും ചെയ്തു. ഫലമ്മ തറാഅത്തിൽ ഫിഅതാൻ, പിന്നെ രണ്ട് ആൾക്കാരും, മുമ്പില് കടല്, ബാക്കില് പട്ടാളക്കാരും. ഈ സാഹചര്യം വന്നപ്പം മൂസ നബിയുടെ ആൾക്കാരായ മുഅ്മിനുകളായ ബനു ഇസ്രായേൽ പറഞ്ഞു, യാ മൂസ ഇന്നാ ലമുദ്റഖൂൻ, നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. ശരിയാണ്, സബബുകൾ വെച്ച് നോക്കിയാൽ കുടുങ്ങി. അങ്ങോട്ട് പോയാൽ കടലിൽ മരിക്കും. നിന്നാലോ ഫിറഔനും പട്ടാളക്കാരും വരും, കൊല്ലൂന്നുള്ള കാര്യം ഉറപ്പാണ്. കൊല അവർക്ക് പരിചയമുണ്ട് ഫിറഔന്റെ. ഇന്നാ ലമുദ്റഖൂൻ ഖാല. അപ്പൊ മൂസ എന്ത് പറഞ്ഞു? ഖാല, അറബി വാക്ക് പറ, ആയത്ത് പറ. അല്ല, അതിന് മുമ്പൊന്നുണ്ട്. ഖാല യാ മൂസ ഇന്നാ ലമുദ്റഖൂൻ ഖാല കല്ല കല്ല. അതാണ് പറ്റുക. ഒരിക്കലുമില്ല യഖീൻ, ഒരിക്കലുമില്ല. നമ്മൾ കടലിൽ മുങ്ങി മരിക്കൂല്ല, ബാക്കിൽ വരുന്ന ആൾക്കാർ നമ്മളെ പിടിക്കുകയുമില്ല. കാരണം ഇന്ന മഅ റബ്ബി സയഹ്ദീൻ. അതാണ് യഖീൻ. കൈമൽ എന്തുണ്ട് എന്നല്ല, അത്ഭുതം സൃഷ്ടിച്ച വടിയുണ്ട് എന്നല്ല പറഞ്ഞ്. ഇന്ന മഅ റബ്ബി, ആ വടി തന്ന റബ്ബുണ്ട്, അവനൊരു സബബിനി ആക്കി തന്നോളൂ. ഇത് അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം മൂസ അലൈഹി വസ്സലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്യൂറാണ്. എന്തോടുകൂടിയാണ്? യഖീനോടുകൂടിയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു സന്ദർഭത്തിൽ പൊതുവെ ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന എന്റെ അടക്കം ഖൽബിൽ വരുന്ന ഒരാശ്വാസം എന്തായിരിക്കും? വടിയുണ്ടല്ല, മലന്റെ മോണെന്ന് അത്ഭുതം കാണിച്ച വടിയാ എന്റെ ഉള്ളത്. എന്തെങ്കിലും കാണിക്കാൻ വരട്ടെ. ഇതുപോലെ നമ്മളെ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ആശ്വാസം, നല്ല ഉറക്ക്. അതിങ്ങനെ തീർന്ന് 5000-ആയി, 500-ആയി, പിന്നെ 50-ആയി. അപ്പോഴത്തേക്ക് നമ്മൾ മെഹ്റാബിൻ്റെ ഉള്ളിലെത്തി. ഇതുവരെ മെഹ്റാബ് കണ്ടിട്ട 50 ആയപ്പോഴേക്കും മെഹ്റാബിൻ്റെ ഉള്ളിലെത്തി. പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങാണ്ടായി. അള്ളാഹു എല്ലാം തീർന്നുപോയി. എല്ലാം ഉള്ളപ്പോഴോ അതിനാണ് യഖീൻ. എല്ലാം കഴിഞ്ഞപ്പോ അള്ളാഹുവിൻ യഖീൻ. നോ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത് നിഫാഖിന്റെ അടയാളമാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈമൽ അതേ വടിയുണ്ട്. അപ്പോഴും
ഇഅ്തിമാദുൽ ഖൽബ് പൂർണ്ണ യഖീനോടെ അല്ലാഹുവിൽ മാത്രമാണ്. ഇന്ന മഇയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അത് വരുമ്പോഴാണ് ശരിക്കും ആരാവല് മുവഹിദാവല്. എന്റെ എപ്പം പറയുന്നുണ്ട്, എടാ എന്നാലും ആ വരാനേ പാടില്ല, ആ ചിന്ത എന്നല്ല, ആ വാക്കെന്നെ നാവില് വന്നോളാം. ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, അവൻ വഴി കാണിച്ചു തരും. ഫഅൗഹൈനാ ഇലാ മൂസ ഫഅൗഹൈനാ, ഇത് മൂസ പറയേണ്ട താമസം യഖീനായി, ജയിച്ചു, പരീക്ഷണത്തിൽ ജയിച്ചു. അപ്പൊ തന്നെ നാം വഹയി അറിയിച്ചു, അനിദ്രിബ് ബിഅസാകൽ ബഹർ. മൂസ ശരി, ഞാൻ ഉണ്ടെന്നല്ല പറഞ്ഞേ, ഇനി ഞാൻ കാണിച്ചു തരാം. കൈമലുള്ള വടി കൊണ്ട് ഒന്നടിച്ചു നോക്കി. അവിടെയും എന്തുണ്ടെന്നറിയോ? യഖീൻ. കാരണം യഖീൻ ഇല്ലെങ്കിൽ മൂസ മനുഷ്യന്മാരെന്ത് ചിന്തിക്കും? ഈ മഹാസമുദ്രത്തിൽ എന്റെ കയ്യിൽ ഒതുങ്ങുന്ന ഈ വടി കൊണ്ടടിച്ചിട്ട് എന്താവാനാണ്? തൗഹീദിന് ഈ ചിന്തയില്ല, മുവഹിദിന് ഈ വർത്തമാനമല്ല, ഈ ചോദ്യമില്ല. ഇതിട്ട് എന്താക്കാനാ? ഇല്ല, യഖീനാണ്. അനിദ്രിബ് ബിഅസാകൽ ബഹർ, നിന്റെ വടി കൊണ്ട് ആ കടലിൽ അടിച്ചേക്കും. കേട്ടു, അടി കൊടുത്തു. എന്ത് സംഭവിക്കും ഒന്നും അറിയില്ല. അല്ലാഹു പറഞ്ഞു, അടിച്ചു. ഫൻഫലഖ, കടലിതാ വിട്ടുപിരിയുന്നു. ഫകാന കുല്ലു ഫിർഖിൻ, ഓരോ പിരിവുമായി തീർന്നു. കത്തൗദിൽ അദീം, വലിയ മതിൽ കെട്ട് പോലെ. 12 ഗോത്രങ്ങൾക്ക് 12 വഴി. കടൽ ഒറ്റ വഴിയല്ല ഉണ്ടായത്, 12 വഴി. കാരണം ബനൂ ഇസ്രായീല് 12 ഗോത്രങ്ങളുണ്ട്. ഇതാണ് തൗഹീദ് ശരിക്കും, ഇതാണ് യഖീൻ. ഒരിക്കലും മുസ്ലിമിന്റെ കൈമലുള്ള വടിയിലേക്ക് ആ യഖീൻ പോകുന്നേയില്ല. പോയത് ആ സബബിനെ ഉപയോഗപ്പെടുത്തുന്നവനായ മുസബ്ബിബായ അല്ലാഹുവിലാണ് യഖീൻ. അതുകൊണ്ടാണ് കലിമയുടെ രണ്ടാമത്തെ ഷർത്ത് പറഞ്ഞത് അൽ യഖീൻ അൽ മുനാഫി ലിശ്ശക്ക്. അല്ലാഹുവിന്റെ കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല, പൂർണ്ണ യഖീൻ. അങ്ങനെ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു പറഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ തന്നെ. പിന്നെ ഓനെങ്ങോട്ടാ പോണ്ട്? അള്ളാഹുവിൽ അത്ര ഉറപ്പുള്ള അടിമ വേറെങ്ങോട്ടാ പോണ്ട്? ഈ യഖീൻ ഒരാളുടെ ഖൽബിന് ഉണ്ടോ എന്നതിന് ഏറ്റവും വലിയ തെളിവ് അയാൾ മുതവക്കിലായിരിക്കും. മുതവക്കിൽ മീൻസ് തവക്കുൽ ചെയ്യുന്നവൻ. യഖീനിന്റെ സമറാത്തുകളിൽപ്പെട്ടതാണ് തവക്കുൽ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എപ്പോഴാ തവക്കുൽ വരിക? ഈമാൻ സിയാദയായാൽ. സാദത്തുഹും, അവർക്ക് അധികരിച്ചു ഈമാൻ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അപ്പോൾ എന്തായി മാറും? റബ്ബിൽ തവക്കുലുള്ളവരായി മാറും. റബ്ബിൽ തവക്കുലു വന്നാൽ മുഅ്മിനിന് നോ ടെൻഷൻ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ടെൻഷൻ എന്ന് പറയുന്ന സംഗതിയില്ല. ഉറങ്ങാൻ എന്ത് കഴിക്കേണ്ടി വരില്ല? ഗുളിക. കാരണം ടെൻഷനില്ല. നിങ്ങൾ സഹാബാക്കളെ താരീഖ് ഒന്ന് വായിച്ചു നോക്കിയത് അത്ഭുതപ്പെട്ടു പോകും. ദുനിയാവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് വിഷമായി, അവർക്ക് ഹമ്മായി, അങ്ങനത്തെ ഒന്നും ഇല്ല സഹാബാക്കളെ സംബന്ധിച്ച്. വഅലാ റബ്ബിഹിം യതവക്കൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുൽ. വെറും വർത്തമാനത്തിലല്ല, ഏത് ഞാൻ അല്ലാഹനെ ഏൽപ്പിച്ചിപ്പോ, ഹഖ്ഖ തവക്കുൽ, ശരിക്കും തവക്കുൽ ആക്കേണ്ട പോലെ നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്താൽ ലറസഖകും കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് നൽകുന്ന പോലെ അവൻ നിങ്ങൾക്ക് നൽകും. എന്താ പക്ഷിയെ ഉദാഹരിക്കാൻ കാരണം? തഗ്ദു ഖിമാസ, രാവിലെ കൂട്ടിനിറങ്ങി പോകുന്നത് ഒട്ടിയ വയറുമായിട്ടാണ്. വതറൂഹു ബിതാന, തിരിച്ചു വരുന്നത് നിറഞ്ഞ വയറുമായിട്ടാണ്. ആര് കൊടുത്തു? അല്ലാഹു കൊടുത്തു. ആ റബ്ബ് നിനക്കും തരും. യഖീൻ, ആ യഖീൻ ഉണ്ടെങ്കിലേ തവക്കുൽ. അതിനർത്ഥം അസ്ബാബുകൾ ഇസ്തിഅമാൽ ചെയ്യാൻ പാടില്ല എന്നല്ല കേട്ടോ, അത് സൂഫികൾ ഉണ്ടാക്കി തീർത്തതാണ്. രോഗിയായി ഡോക്ടറെ കാണാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ആ മാറ്റും, അള്ളാഹു മാറ്റും. നോ, ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങണം, പണിക്ക് പോകണം, എന്നിട്ട് എന്ത് ചെയ്യണം? ജോലി ചെയ്തിട്ട് അള്ളാഹിനോട് പറയണം. അതാണ് തവക്കുൽ. അസ്ബാബുകൾ അവിടെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒട്ടകത്തെ കെട്ടിയിട്ട് വേണം തവക്കുലാക്കാൻ. മറ്റത് അള്ളാഹുവിനെ കളിയാക്കലാണ്, അത് പരിഹസിക്കലാണ്.
അതില്ല. അപ്പം മുതവക്കിലാണോ ഇല്ലേ എന്നുള്ളത് സ്വയം നമ്മൾ അറിയേണ്ട കാര്യമാണ്. നമ്മളുടെ തവക്കലിനെ പറ്റി ലോകത്തൊരാൾക്കും അറിയാൻ കഴിയില്ല ഇല്ലല്ലാഹു അസ്സ വജൽ. കാരണം തവക്കുൽ ഖൽബിലുള്ള സംഗതിയാണ്. അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവം യഖീനിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന സ്വഭാവമാണ്. ഒരു മുവഹിദ് സദാസമയവും മുഴുവൻ കാര്യങ്ങളിലും മുതവക്കിലായിരിക്കും. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. കണ്ടോ, ഒരു യഖീനുള്ള മുതവക്കിലായ മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം ലൻ യുസീബനാ, നമുക്ക് തീർച്ചയായും ബാധിക്കൂല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്ക് എന്തെഴുതിയോ അതല്ലാതെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, ചെറിയ പ്രായം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്ന സമയം അദ്ദേഹത്തിന്റെ വയസ്സ് എത്ര അറിയോ? 10ന്റെ ഉള്ളിൽ. ഇബ്നു അബ്ബാസിന്റെ വയസ്സ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് 10ന്റെ ഉള്ളില്. അപ്പോഴത്തേക്ക് റസൂലുള്ളാഹി വഫാത്തായി. പക്ഷെ പിന്നീട് അദ്ദേഹം ആയത് ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവ് എന്ന പേരിലാണ് ഇബ്നു അബ്ബാസ് അറിയപ്പെട്ടത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അങ്ങനെ ആവുന്ന ഒരു കാരണം ഉണ്ടായി. അതായത് മൈമൂന റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ഒരു ദിവസം, ഇതെല്ലാം ബന്ധുക്കളാണ്. അബ്ബാസ് എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ മുത്താപ്പന്റെ മോനാണ് ഈ അബ്ദുള്ള. ഈ അബ്ദുള്ളാന്റെ അമ്മായിയായിട്ട് വരും മൈമൂന റളിയല്ലാഹു അൻഹ. അവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാൻ വേണ്ടി വരും. ആര്? ചെറിയ കുഞ്ഞായ ഈ അബ്ദുള്ള, അബ്ബാസിന്റെ മകൻ റളിയല്ലാഹു അൻഹുമ. ഒരു ദിവസം രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. അപ്പൊ സാധാരണ വുദൂ ചെയ്യാനുള്ള സ്ഥലത്ത് വന്ന് നോക്കുമ്പം ഒരു കോപ്പയിൽ വെള്ളമുണ്ട്, മിസ്വാക്ക് ചെയ്യാനുള്ള അറാക്കും അവിടെ ഉണ്ട്. സ്വല്ലാഹി അറാക്കെടുത്ത് മിസ്വാക്ക് ചെയ്ത് വുദൂ ചെയ്ത് നിസ്കരിക്കാൻ നിന്നപ്പം മൈമൂന പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ഈ വെള്ളവും മിസ്വാക്കും ഒക്കെ ആരാ എടുത്തു വെച്ചെന്നറിയോ? കാരണം പൊതുവെ ഭാര്യ വെക്കുന്നല്ലേ. ഇത് അബ്ദുള്ള, അബ്ബാസിന്റെ മോൻ അബ്ദുള്ളയാണ് ചെയ്തത്. ചെറിയ കുഞ്ഞാണെന്ന്. വഫാത്താവുമ്പോ ഇത്ര വയസ്സെന്ന് പറഞ്ഞാൽ അന്നേരം ഇത്ര പ്രായം ഉണ്ടാവും. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമായി. റസൂലുള്ളാഹി തങ്ങൾ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ. അന്നേരം ആ ദുആ വരുന്നു, അല്ലാഹുമ്മ ഇവനെ നീ ഖുർആൻ പഠിപ്പിക്കണം, ഖുർആനിന്റെ വ്യാഖ്യാനം പഠിപ്പിക്കണേ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഖിദ്മത്തിൽ തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന ദുആക്ക് ഹിജാബ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരാൾക്ക് നമ്മൾ സേവനം ചെയ്തു, ആലോചിക്കോട്ടെ, മുസ്ലിമോ അമുസ്ലിമോ, അമുസ്ലിമും മനസ്സ് നൊന്ത് പിടിച്ചാൽ കേൾക്കുന്നവനാരാ? അല്ലാഹു തന്നെ. മുസ്ലിം ആവട്ടെ കാഫിർ ആവട്ടെ, നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന സേവനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ദുആഉൻ മുസ്തജാബ്, അത് സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്, തള്ളപ്പെടൂല. നേരെ തിരിച്ചു, ഒരാൾക്ക് നമ്മളിലൂടെ ഉണ്ടാകുന്ന ദുർമിൽ ഒരാൾ പ്രയാസപ്പെടുകയും അയാൾ ദുആ ചെയ്യുകയും ചെയ്താൽ അതും മുള്ളത്തും വലൗ കാന കാഫിറൻ. ഹദീസിന്റെ വാക്ക് എങ്ങനെയാണ്? വലൗ കാന കാഫിറൻ. ആ ദുആ ചെയ്തത് കാഫിറാണെങ്കിലും ശരി. ഇബ്നു അബ്ബാസിന് കിട്ടിയ ദുആ ഖിദ്മത്ത് കൊടുത്ത് സന്തോഷം കൊണ്ട് ചെയ്ത ദുആയാണ്. അങ്ങനെ തന്നെ ആവും ചെയ്തു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അദ്ദേഹം റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ അദ്ദേഹം പറയാണ്, ഞാൻ വിചാരിക്കുകയാണ് ചെറിയ പ്രായത്തിലുള്ള ആ കുഞ്ഞിന്റെ മനോഭാവം, എനിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന് നിൽക്കാനുള്ള ഇതെല്ലാം ഉണ്ടോ? റസൂല്, ഞാൻ എവിടെ കിടക്കുന്നു? ഞാൻ അങ്ങോട്ട് കുറച്ച് മാറി നിന്നു, ഇടതു ഭാഗത്തേക്ക് മാറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കൈ കൊണ്ട് ഇങ്ങനെ ഉന്തി, എന്നിട്ട് ഈ കൈ കൊണ്ട് വലിച്ചിട്ട് വലതു ഭാഗത്ത് ഇവിടെ കൊണ്ടു നിർത്തി. നിസ്കാരം തുടങ്ങി. ഞാൻ പിന്നെയും മാറി നിന്നു. റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരത്തിൽ തന്നെ പിന്നെയും എന്നെ വലിച്ചിട്ട് എന്നെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ, എന്തിനാ നീ അങ്ങനെ ചെയ്തു? ഞാൻ പറഞ്ഞു, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ എങ്ങനെ അടുത്ത് നിൽക്കുക? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു ഇബ്നു അബ്ബാസിന്റെ ഈ മറുപടി കേട്ടപ്പോൾ. പക്ഷെ ഇത്രയിലും ആ പ്രായത്തിലും ആരെ മനസ്സിലായി? മഅരിഫത്തുൽ അബ്ദി നബിയഹു. അതൊക്കെ സഹാബാക്കളുടെ വീട്. മഅരിഫത്തുൽ അബ്ദി നബിയ, ആരാണ് റസൂലുള്ളാഹി എന്ന് ഖൽബിൽ ശരിക്കുണ്ട് ഇബ്നു അബ്ബാസിന്റെ. അദ്ദേഹത്തോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറിയ പ്രായത്തിൽ കൊടുത്ത ഉപദേശം എൻ്റെ ഉപ്പ എപ്പോഴും പറയും. വീട്ടിൽ നിന്ന് പെങ്ങന്മാരെ മക്കളൊക്കെ വന്നാൽ ഇപ്പൊ ഒരു പ്രസംഗം നടത്തും. പ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മളോട് ക്ലാസ് എടുക്കുന്ന പോലെയാണ് ഈ
ചോട്ടപ്പിള്ളേർക്ക് ക്ലാസ് വെക്കുക, തൗഹീദിന്റെ ക്ലാസ്. അപ്പൊ നമ്മ ആരെങ്കിലും പറയും ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോ അല്ലപ്പ പിള്ളേരോട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പറയണം. അപ്പൊ പറയും എന്താ, ഇബ്നു അബ്ബാസിന് എത്ര വയസ്സുണ്ടാവും റസൂലുള്ളാഹി പ്രസംഗിച്ചു കൊടുത്തപ്പോ? യാ ഗുലാം ഉഅല്ലിമുക കലിമാത്ത്. ആർക്കാ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നത്? ആ ചെറിയ കുഞ്ഞിക്ക്. യാ ഗുലാം, 10 വയസ്സിന്റെ കീഴെ പ്രായമുള്ളവരെ വിളിക്കുന്ന അറബിയിൽ ഗുലാം, ചെറിയ കുട്ടി. ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ച് വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, ഇഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. റസൂലുള്ളാഹി പറഞ്ഞു, യാ ഗുലാം, മോനെ, ഞാൻ ചില കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ചു കേട്ടോടി. ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അള്ളാഹിനെ സൂക്ഷിക്കിൽ, അള്ളാഹു നിന്നെയും സൂക്ഷിക്കും. അതായത് അള്ളാഹിനെ പരിഗണിക്കിൽ, അള്ളാഹു നിന്നെയും പരിഗണിക്കും. ഇഹ്ഫദില്ലാഹ, രണ്ടാമത്തെ വാക്ക്, അള്ളാഹിനെ സൂക്ഷിക്കിൽ, തജിദ്ഹു തുജാഹക, അവനെ നീ നിന്റെ കൺമുമ്പിൽ കണ്ടെത്തും. എന്ന് പറഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള സമയം നീ ഇഷ്ടപ്പെടുന്ന നിന്റെ റബ്ബ് നിന്റെ ആവശ്യം പോലെ ഇടപെടും. ജുറൈജിന്റെ സംഭവം അറിയില്ലേ? അന്ന് ഇടപെടല് തജിദുഹു തുജാഹക, നിനക്ക് ആവശ്യമുള്ളപ്പം മുമ്പിൽ നിന്റെ റബ്ബ് വരും. നമുക്കെന്താ വരാത്തത്? നമുക്കില്ല. ഇതിന്റെ ഉള്ളിൽ നിന്നല്ലല്ലോ നമ്മള്. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ മാത്രം മക്കത്തെ മുശ്രിക്കിനെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم من البر إذا هم يشركون. കാര്യം നടന്നു, പിന്നെ അള്ളാഹിന് ഓർമ്മയില്ല, പിന്നെ അടിച്ചു പോണി തന്നെ. പിന്നെ അടുത്ത ബുദ്ധിമുട്ട് വരുമ്പോ പതുക്കെ വന്നിട്ട് രാത്രി എണീച്ചിട്ട് അള്ളാഹുവേ, അള്ളാഹ്ക്ക് ഇഷ്ടാട്ടോ, അള്ളാഹ്ക്ക് അതും ഇഷ്ടമാണ്. കാരണം എന്താ അറിയോ? ഓൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ടല്ലോ. പക്ഷെ അത് ശരിയല്ല. ഇഹ്ഫദില്ലാഹ് തജിദ്ഹു തുജാഹക വഅലം, റസൂലുള്ളാഹി പറയാണ്, മോനെ നീ അറിയണം, അന്നൽ ഉമ്മ, ഈ ലോകം മുഴുവൻ, ലബിജ്തമഅത്, അവരെല്ലാം ഒരുമിച്ച് കൂടി, അലാ അൻ യൻഫഉക ബിശൈഇൻ, നിനക്കൊരു ഉപകാരം ചെയ്യാൻ, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹു നിനക്ക് എന്ത് ഉപകാരം ഉണ്ടാവണമെന്ന് എഴുതിയിട്ടുണ്ടോ അതല്ലാതെ വേറെ ഒരു ഉപകാരവും മാലോവര് കൂടിയാലും നിനക്ക് അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും എല്ലാരും കൂടി ചെയ്താൽ തന്നെ അത് നിന്റെ കിതാബിൽ പണ്ടേ റബ്ബ് എഴുതിയതാണ്, അത് മാത്രമേ അവർ ചെയ്യൂ. ഇനി എല്ലാരും കൂടി നിന്നെ ഉപദ്രവിക്കാൻ നിന്റെ കിതാബിൽ നിനക്ക് എന്ത് ഷർറ് വേണമെന്ന് അല്ലാഹ് എഴുതിയിട്ടുണ്ടോ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ യഖീൻ അള്ളാഹുവിലായിരിക്കണം. അതുകൊണ്ട് ഉപകാരം അതും മാനത്തും തേടണ്ട, ഉപദ്രവത്തെ തൊട്ട് കാവൽ അതും വേറെടുത്തും പോണ്ട. രണ്ടിന്റെയും മാലിക് അള്ളാഹുവാണ്. അവൻ എഴുതിയതേ ഉണ്ടാവുള്ളൂ. അവനെ ഏൽപ്പിച്ച് മുന്നോട്ട് പോയിക്കോളി. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. അത്ര ഉറപ്പോടുകൂടി ജീവിക്കുന്ന മുവഹിദിന്റെ ജീവിതം രസകരമായിരിക്കും. അബുദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു, ദർദാ അല്ല, അബുദ്ദഹ്ദാഹ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലുള്ളപ്പോൾ രണ്ടാളുകൾ അവരുടെ ഈത്തപ്പഴത്തോട്ടത്തിന്റെ വിഷയത്തിൽ ഒരു പ്രശ്നം. അപ്പം പരാതിക്കാരന് കുറച്ച് ഈത്തപ്പഴം ഈ പ്രതി എന്ത് ചെയ്യണം, കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരുണ്ട് ഈത്തപ്പഴം കൊടുത്ത് ഈ സഹാബിയെ അല്ലെങ്കിൽ ഇയാളെ സഹായിക്കാൻ? അബൂദഹ്ദാഹ്, യാ റസൂലല്ലാഹ്, ഞാൻ തയ്യാറുണ്ട്, എന്റെ തോട്ടം ഞാനിതാ അള്ളാഹ്ക്ക് വേണ്ടി തന്നിരിക്കുന്നു. താരീഖിന്റെ ഉലമാക്കൾ എഴുതി ഏകദേശം 300ഓളം ഈത്തപ്പഴത്തിന്റെ മരം അതിലുണ്ട്. 300 തെങ്ങുണ്ടെങ്കിൽ എത്ര തേങ്ങ കിട്ടും? പക്ഷേ 10,000 തേങ്ങ എത്ര പൈസ കിട്ടും? 2 ലക്ഷം രൂപ കിട്ടുമല്ലേ? വെറുതെ അല്ല ആൾക്കാർ തോട്ടം വാങ്ങണം അല്ലേ? ഇപ്പൊ കാപ്പിക്കും വിലയുണ്ട്. കുടകിലൊക്കെ 12,000-13,000 റുപ്യാണ് ഒരു ചാക്ക് കാപ്പിക്ക്. ഞാൻ ദുനിയാവ് പറഞ്ഞില്ല കേട്ടോ, ക്ലാസ്സിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞ ക്ലാസ്സിൽ ദുനിയാവ് പോലീസ പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ചല്ല. അപ്പൊ ഒരു 300 തെങ്ങെന്ന് പറയുമ്പോൾ ഒരാളുടെ നല്ല വരുമാനമുള്ള സംഗതിയാണ്. 300 ഈത്തപ്പഴം എന്ന് പറയുമ്പം അന്നത്തെ സഹാബാക്കളുടെ സ്വത്താണ്.
300 ഈത്തപ്പഴ മരമുള്ള സ്വത്ത് കൊടുത്തു. അതല്ല സംഭവം. കൊടുത്തിട്ട് അദ്ദേഹം തോട്ടത്തിലേക്ക് പോയി. തോട്ടത്തിലാണ് ഭാര്യ മക്കളൊക്കെ ഉള്ളത്. പറയുന്നത് അസ്സലാമു അലൈക യാ ഉമ്മദ്ദഹ്ദാഹ്, ഭാര്യനെ വിളിക്കാൻ, ഏ ഉമ്മുദ്ദഹ്ദാ, തോട്ടം അള്ളാഹ്ക്ക് ഞാൻ വിറ്റിട്ടുണ്ട്, പെട്ടെന്ന് മക്കളെയും കൂട്ടി ഇറങ്ങിക്കോളെ. നമ്മളെ കൊണ്ടെങ്കിൽ എന്താ പറയാ, ഇയാൾക്ക് എന്ത് വിരാന്തായത്, ഒരു സെലഫിയായി വിചാരിച്ചിട്ട് ഇങ്ങനെയല്ല ആക്കണമെന്ന്. ആരെങ്കിലും വന്ന് പ്രസംഗിച്ചാൽ അങ്ങ് കൊടുത്തക്കല്ല. ഉമ്മുദ്ദഹ്ദ ഉള്ളെന്ന് പറഞ്ഞെന്താ അറിയോ, വലിയ ലാഭമുള്ള കച്ചവടമാണല്ലോ, അടുക്കതാ വരുന്ന്, മക്കളെയും പിടിച്ച് കുടുക്കൻ ചട്ടിയെല്ലാം എടുത്തിട്ട് ഇറങ്ങി. അതാണ് യഖീൻ, അതാണ് യഖീൻ, അതാണ് ഒരു മുവഹിദിന്റെ ഖൽബില് വരേണ്ടത്. ഈ അബൂദ്ദഹ്ദാഹിനും ഭാര്യ ഉമ്മുദ്ദഹ്ദാഹിനും എന്തിനായിരിക്കും ഇത് ഉപേക്ഷിക്കുന്നതിൽ ഒരു വിഷമമില്ലാണ്ടായത്? വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, അവർക്ക് ഉറപ്പ് ഇതിലല്ല, ഇത് കൊടുത്ത അള്ളാഹുവിലാണ്. അതാണ് മുവഹിദ്. ഉണ്ട്, അതൊരു കൂലി തന്നെ. ഖിയാമത്ത് നാൾ വരെ അവർക്ക് ദുആ കിട്ടിക്കൊണ്ട് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇതാണ് ശരിക്കും തൗഹീദ്. അതുകൊണ്ടാണ് തൗഹീദിന്റെ ശുറൂത്തിൽ 2 അൽ യഖീൻ. അത്ര ഉറപ്പുണ്ടാവണം അള്ളാഹുവിൽ. ഞാൻ എന്നെ പരിശോധിക്കണം, നിങ്ങളെ പരിശോധിക്കണം. യഖീനായിട്ടുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെയാണോ പ്രകടമാവേണ്ടത് അവിടെ തോറ്റു പോകുന്നുണ്ടോ? കാരണം എന്താ അറിയോ, അതാണ് ടെസ്റ്റ്. യഖീൻ എവിടെയാണോ നമ്മൾക്ക് പ്രതിഫലിക്കേണ്ടത് അതാണ് ടെസ്റ്റ്. ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വർത്തമാനത്തിലുണ്ടാവും, അല്ലെങ്കിൽ നല്ല ഉറപ്പിൽ തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്കങ്ങനെയില്ലേ, പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും, പരീക്ഷ ഹാളിലെത്തുമ്പോൾ ചിലപ്പോ പോയി. അള്ളാഹു ഈമാനിന്റെ പരീക്ഷയെ തൊട്ട് കാക്കട്ടെ. സഹാബാക്കൾക്ക് ഈമാൻ ടെസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. നമ്മളെ എങ്ങനെ അള്ളാഹു നമ്മുടെ ഈമാനും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ബിഗ് സീറോ, വട്ടപൂജ്യത്തിന് തോറ്റുപോകും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഷർത്ത്, അൽ ഇൽമു വൽ യഖീനു. മൂന്നാമത്തെ എന്താ? വൽ ഖബൂലു. അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു. അങ്ങനെ പാടി പഠിച്ചാൽ ഒരിക്കലും മറക്കൂല. അൽ ഖബൂൽ. ഖബൂൽ എന്ന് പറഞ്ഞാൽ എന്താ വാക്കർത്ഥം? സ്വീകരിക്കൽ. അതായത് അറിവുണ്ട്, നല്ല ഉറപ്പുണ്ട്, പോരാ, അത് തെളിയിക്കണം, പ്രഖ്യാപിക്കണം. ഖബൂൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടും അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്ന് ഉറപ്പിക്കണം. അള്ളാഹുവിനുള്ള ഇൽമും യഖീനും യാഥാർത്ഥ്യമാക്കണം. മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സാഫാത്തിൽ പറഞ്ഞല്ലോ, വഅന്നഹും ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ യസ്തക്ബിറൂൻ, അവരെന്തെയും അഹങ്കരിക്കും. എപ്പോഴാ അഹംഭാവം വരിക? അറിയാത്തൊന്നിനെ പറ്റി ധിക്കാരം വരൂല. ശരിക്കും കിബിറിന്റെ തഅരീഫ് എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ബത്റുൽ ഹഖി വഗംതുൻ നാസ്, ജനങ്ങളെ താഴ്ത്തിക്കാണലും സത്യത്തെ മൂടി വെക്കലും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ മക്കത്തെ മുശ്രിക്ക് പറഞ്ഞില്ല. പറയാതിരുന്നതിനെ പറ്റിയല്ല പറയുന്നത്. അവർക്ക് അറിയാത്തോണ്ട് പറയാത്തല്ല, അവർക്ക് അറിയുകയും ചെയ്യാം, ഉറപ്പുണ്ട്, എന്നിട്ടും പറയാത്തത് കൊണ്ടാണ് അത് ധിക്കാരമാണ്, കിബിറാണ് എന്ന് പറഞ്ഞ്. നമ്മൾ ഇക്കാലത്തുള്ള ചില ആൾക്കാർ, നമ്മളും പറയും ചില ആൾക്കാരെ പറ്റി, മൂപ്പർക്ക് എല്ലാം അറിയ സംഗതി, മൂപ്പർ നമ്മളെക്കാളും നല്ല പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് കാര്യമില്ല. അത് ഖബൂൽ ചെയ്യണം. അറിഞ്ഞതും ഉറപ്പുള്ളതും സ്വീകരിച്ച് അത് പ്രഖ്യാപിക്കണം. മക്കത്തെ മുശ്രിക്കുകളിൽ മഹാഭൂരിപക്ഷവും കാഫറായതും മുശ്രിക്കായതും ഖബൂലിയത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാണ്ട് എല്ലാവർക്കും അറിയാമല്ലോ. അബൂ സുഫിയാൻ അറിയാം, അബൂജഹൽ. ഒരു ദിവസം അബൂജഹൽ, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ സൂറത്തുൽ അഹ്സാബിൽ വലഖദ് നഅലമു അന്നഹു ലയഹ്സുനക അല്ലദീന യഖൂലൂന ഫഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്ന അദ്ദാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം ഇബ്നു കസീർ. എന്താ സംഭവം എന്ന് വെച്ചാല്, സ്വലാഹി തങ്ങൾക്ക് ഇവരെ അംഗീകരിക്കാത്തപ്പോൾ ഭയങ്കര സങ്കടം. കാരണം 40ാമത്തെ വയസ്സിൽ 49 കഴിഞ്ഞ് നുബുവത്ത് കിട്ടുന്നതിന്റെ തലേ ദിവസം മുതൽ വരെ എന്താ വിളിച്ച മക്കാര്? അൽ അമീൻ, വിശ്വസ്തൻ, തമാശക്ക് പോലും കളവ് പറയാത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
കാബാലയത്തില് ആ പൊളിച്ചു പണിയും ഹജറുൽ അസ്വദ് വെക്കാൻ വേണ്ടി വന്ന സംഭവം അറിയല്ലോ, എടുത്തു വെച്ചതൊക്കെ. പക്ഷെ ഒരൊറ്റ സുപ്രഭാതത്തിൽ മാറി. ഷാഇറും മജ്നൂൻ, സാഹിർ, കാഹിൻ, കദ്ദാബ്, സാബി, പുതിയ മതക്കാരൻ, കള്ളൻ, ഭ്രാന്തൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മള് സലഫി മനഹജ് മനസ്സിലാക്കി ഒരു സുപ്രഭാതത്തിൽ സലഫി ആയി കഴിയുമ്പം ഭാര്യയും മക്കളും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഇങ്ങനെ പലതും വിളിച്ചേക്കാം. നെവർ മൈൻഡ്. അടുത്ത ആൾക്കാർ വരെ, ഉപ്പ ഉമ്മ ഉമ്മമ്മ ഉപ്പപ്പ വരെ ചിലപ്പോൾ നമ്മളെ കളിയാക്കും, ആക്ഷേപിക്കും, തെറി വിളിക്കും, ചീത്ത വിളിക്കും. അതൊന്നും നമ്മൾ ഏഴ് അയനത്തെത്തണ്ട. കാരണം എന്താ അറിയോ? ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കപ്പെട്ടത് മജ്നൂൻ, ഭ്രാന്തൻ, മാരണക്കാരൻ, അതേപോലെ കള്ളൻ, സാബി, പുതിയ മതക്കാരൻ, എന്തെല്ലാം വിളിച്ച് കളിയാക്കി. പിന്നെ നമസ്കാരം നമ്മൾ എന്ത് പറഞ്ഞാൽ എന്താ, അത് ഇലങ്ങ് കെട്ടോണം, ഇലങ്ങ് വിട്ടോണം, ഖലാസ്, ടെൻഷനില്ല. ആരെന്ത് പറഞ്ഞാലും. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി അവർ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് ഭയങ്കര സങ്കടമായി ഇവര് നിഷേധിച്ചപ്പോ. അള്ളാഹു സമാധാനിപ്പിച്ചുണ്ടായത്തിറക്കി. അങ്ങയെപ്പറ്റി അവരിങ്ങനെ പറയുമ്പം ആ വാക്കുകളൊക്കെ നിങ്ങളെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നബിയെ, അവരാ വർത്താനം കേട്ടിട്ട് നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ റിസാലത്തും അവര് കളവാക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അവർക്കറിയാം നിങ്ങൾ എൻ്റെ നബിയാണെന്നും റസൂലാണെന്നും നിങ്ങൾ പറയുന്ന സത്യമാണെന്നും. പക്ഷെ അവര് നിഷേധിക്കുകയാണ്. ആ ളാലിമീങ്ങൾ. ആ ആയത്ത് തഫ്സീറിൽ ഒരു സംഭവം കാണാം. ഒരു ഖുറൈശി അബൂജഹലിനെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൈപിടിച്ച് മുസാഫഹ ചെയ്ത് സംസാരിക്കുന്ന ഒരു കാഴ്ച മക്കത്ത് നിന്ന് കാണുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ, അനുയായികളോട് പറയും ഉണ്ടാൻ പാടില്ല, തരാൻ പറയാൻ പാടില്ല. മക്കത്ത് പോയാലോ സുദേശിന്റെ അടുത്ത് നിന്നിട്ട് സെൽഫി, ഭക്ഷണം കൊടുക്കുന്ന ഫോട്ടോ, അതെല്ലാം എടുക്കുകയും ചെയ്യും. അബൂജഹൽ അതേ പരിപാടി. ഇവിടുന്ന് സലാം പറയാൻ പാടില്ല. ഗൾഫിൽ പോയിട്ട് പൈസക്കാരായ സലഫുകളെ വീട്ടിൽ പോയിട്ട് പിരിവെല്ലാം വാങ്ങിയിട്ട് വരുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഇയാൾ ചോദിച്ചു, അബുൽ ഹക്കം എന്നാ ശരിക്കുള്ള പേര്. അബൂജഹൽ ആരിട്ടതാ? റസൂലുള്ളാഹി വെച്ച പേരാണ്. വിവരക്കേടിന്റെ ഉപ്പ. അബുൽ ഹക്കമിന്റെ അർത്ഥം എന്താ? വിജ്ഞാനത്തിന്റെ ഉപ്പ. തൗഹീദ് അറിയാത്തവനാണല്ല, വിജ്ഞാനിയല്ല, അവൻ മണ്ടനാണ്. നീ നമ്മളടുത്ത് പറയുന്നു മുഹമ്മദ് സാബി ആണ്, പിതാമഹന്മാരുടെ മാതൃക വിട്ട് അല്ലെങ്കിൽ ആ പാരമ്പര്യം വിട്ട് പുതിയ ഒരു ദീനുണ്ടാക്കിയ ആളാണ് മുഹമ്മദ്, കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്നൊക്കെ നീ പറയുന്നു. എന്നിട്ട് നീ തന്നെ കൈയും പിടിക്കുന്നു. ഇതിനെന്താ? അപ്പൊ അബൂജഹൽ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅലമു അന്നഹു ലനബി. അല്ലാഹുവാണ് സത്യം, എനിക്കറിയാം മുഹമ്മദ് നബി തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ ഗോത്രക്കാർ, ഇവര് അബ്ദു മനാഫിന്റെ ആൾക്കാർ വന്നിട്ട് റസൂലുണ്ട് എന്ന് പറയുമ്പം അവരെ പിൻപറ്റാൻ മാത്രം താണവരല്ല നമ്മള്. കിബർ, അതാണ് അബൂജഹലിനെ ഈ അവസ്ഥയിലാക്കിയത്. കബൂൽ ചെയ്തില്ല. എല്ലാം അറിയാം, ഉറപ്പുണ്ട്, പക്ഷെ അത് പ്രഖ്യാപിക്കാൻ അബൂജഹൽ തയ്യാറായില്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇത് അഖീറ ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. കിബർ കൊണ്ടവര് മാറി നിൽക്കും. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു മക്കത്തെ മുശ്രിക്കീങ്ങളെ ശിക്ഷിക്കാനുള്ള കാരണം പറഞ്ഞപ്പോൾ അൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനുള്ള അവരുടെ ഇസ്തിക്ബാറാണ് ഇതിന് കാരണം. അല്ലാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തതുകൊണ്ട് എന്നല്ല അല്ലാഹു പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് അറിയുകയും ചെയ്യാം, അതിലവർക്ക് ഉറപ്പുണ്ട്. പക്ഷെ എന്നിട്ടും അവർ മുശ്രിക്കായി ശിക്ഷിക്കപ്പെടുന്നത് അവരതിനോട് ഇസ്തിക്ബാർ കാണിച്ചുകൊണ്ടാണ്, അഥവാ കബൂൽ ചെയ്യാത്തത് കൊണ്ടാണ്. അബൂ താലിബിന് കൃത്യമായിട്ട് അറിയാം. ഞാനൊരു കഥ പറയാം. അബൂ താലിബിൻ 3 വർഷം ഉപരോധം. ഖുറൈശി നേതാക്കന്മാരൊക്കെ വന്ന് എഴുതിയിട്ടാണ് ഒരു രൂപരേഖ ഉണ്ടാക്കിയല്ലോ. ഇത്ര കൊല്ലത്തേക്ക് കച്ചവടം പാടില്ല, വിവാഹബന്ധം പാടില്ല, കാണാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല. ഉപരോധം എന്ന് പറഞ്ഞാൽ 3 കൊല്ലം മലമുകളിൽ പൂട്ടിയിട്ടു സുഹാഹിതങ്ങളെയും ബനു ഹാഷിം കുടുംബത്തെയും. ഒരു ബന്ധവുമില്ല. കുഞ്ഞുങ്ങൾ വിശന്നിട്ട് മരിച്ചു വീണു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി തങ്ങളുടെ അമ്മാവൻ, അദ്ദേഹം പറയാണ്, ഒരു ദിവസം ഞാൻ രാത്രിയിൽ നന്നായിട്ട് മൂത്രയ്ക്കാൻ മുട്ടി. അങ്ങനെ മലയിൽ കുറച്ച് ഭാഗത്തേക്ക് മാറി നിന്ന് മൂത്രയിച്ച് മൂത്രം വീഴുമ്പം ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുന്നു. ഞാൻ ആ സ്ഥലം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ പോയപ്പോ എന്റെ മൂത്രം വീണത് ഏതോ കാലത്ത് ആരോ അറുത്ത് തള്ളിയ ഒരു ഒട്ടകത്തിന്റെ ഉണങ്ങിയ
തോലിലാണ്. അതുകൊണ്ട് ആ സൗണ്ട് കേട്ടത്. ഞാൻ ആ തോല് കൊണ്ടുവന്ന് ഒരച്ച് കഴുകി വൃത്തിയാക്കി അത് വെള്ളത്തിലിട്ട് വെച്ചു. ദിവസവും അതിൽ നിന്ന് ഓരോ കഷണം കഴിച്ചിട്ട് എൻ്റെ വിശപ്പ് ഞാൻ അടക്കും. ഇവരൊക്കെ അള്ളാന്റെ കോടതിയിൽ പോയി നിന്നിട്ട് ഇങ്ങനെ പറയുമ്പം നമ്മളെന്തായിരിക്കും പറയുക? ദീനിന് വേണ്ടി എന്ത് ചെയ്യിച്ചു എന്ന് വെച്ചാൽ നമുക്കിതുണ്ടാവും. വാട്സപ്പിൽ 2 ഫോട്ടോ, ഫേസ്ബുക്കിൽ 2 ഫോട്ടോ. ഇതല്ല നമ്മളെ കഥ. അവര് ശുഐബ് അബി താലിബിൽ തിന്ന കഥയാ പറയുന്നത്. വിശപ്പടക്കാൻ ഏതോ ഒട്ടകത്തിന്റെ തോല് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട്. ഷഹറൊക്കെ പറഞ്ഞല്ലോ, നമുക്ക് തിന്നാൻ ഭക്ഷണമില്ല. കുഞ്ഞുങ്ങൾക്ക് അറിയാൻ തുടങ്ങി, പെണ്ണുങ്ങൾക്ക് പാലില്ല, തിന്നാലല്ലേ ഇത് ഉണ്ടാവുള്ളൂ. പാറക്കല്ലിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പുല്ലുണ്ടല്ലോ, അത് പറിച്ചിട്ട് നമ്മൾ വരക്കും. അതിൻ്റെ നീര് വായിൽ ഇട്ടിച്ചു കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. ബാക്കി വന്ന പുല്ല് നമ്മൾ തിന്നു. ആടുകൾ കാഷ്ടിക്കുന്ന പോലെയാണ് നമ്മൾ കാഷ്ടിച്ചത് ദീനു വേണ്ടിയിട്ടാണ്. ആ ദീനിന്റെ പാരമ്പര്യത്തിലുള്ള കോഴിക്കോടുകാരായ മുസ്ലിമീങ്ങളാണ് മറ്റെന്ത് കല്യാണം, മഞ്ഞ കല്യാണം, പിന്നെന്ത് കല്യാണം പറയാം, ലഹ്ദിയ, എന്താണ് മെഹന്തി, പിന്നെ എന്തുണ്ട് മഞ്ഞക്ക് എന്തോ പറയുന്നുണ്ട്, ഏത് ഹൽദി കല്യാണം. ആരുടെ? ഇങ്ങനെ ആടുകളെ പോലെ കാഷ്ടിക്കേണ്ടി വന്ന സഹാബാക്കളുടെ പിൻതലമുറക്കാരായ മുസ്ലിമീങ്ങളാണ് ഇന്ന്. ഒരു ബോധമില്ല എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങിയാൽ മതി. ചെമ്പ് കഴുകാനായി രാവിലെ ഒന്ന് ബീച്ചിൽ പോയാൽ മതി. മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്കൊരു ലിറ്ററേച്ചർ സമ്മേളനം, അങ്ങനെ എന്തോ ഒരു സമ്മേളനം കോഴിക്കോട് ബീച്ചിൽ. എന്താ എന്തോ ഒരു ഫസ്റ്റ് കഴിഞ്ഞു. ആ സമയത്തൊന്ന് രാത്രി ആ ഭാഗത്ത് ഞാൻ പോയി നോക്കിനി. എന്താ ഞാൻ ചിന്തിച്ച വിഷയം, ഇവർക്കെല്ലാം ഉപ്പയും ഉമ്മയും ഉണ്ടാവില്ലേ? ഉപ്പമാരും ഉമ്മമാരുണ്ടാവില്ലേ? എന്താണ് ഈ ഉപ്പമാരെയും ഉമ്മമാരെയും ഉത്തരവാദിത്വം? ഇവരാരെ മുമ്പിൽ എന്ത് തെളിയിക്കാനാ ഈ യുദ്ധം ചെയ്യുന്നത്? അതാ മനസ്സിലാവത്ത്. ആരെ മുമ്പിൽ എന്ത് സമർത്ഥിക്കാൻ, എന്ത് കാണിച്ചു കൊടുക്കാനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? തിരിയുന്നില്ല. വല്ലാഹി മലക്കുൽ മൗത്തിന്റെ വരവോടുകൂടി എല്ലാം മനസ്സിലാവും. ആ ദിവസം കണ്ണിന്റെ മുമ്പിലുള്ള മൂടുപടം അത് മാറ്റപ്പെടും. അത് തുറക്കും. അപ്പൊ എല്ലാം കണ്ടുകൊള്ളും. ഭയങ്കര അപകടം. ഒരു മലപ്പുറത്തുകാരിയായ മുസ്ലിം പെണ്ണ് ഓളാണ് അന്നവിടെ വിളിച്ചിട്ട് പറഞ്ഞത്, വിവാഹത്തിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, അതൊക്കെ കുടുംബങ്ങൾ തമ്മിലുള്ള കച്ചവടം, എനിക്ക് താല്പര്യം ലിവിങ് ടുഗദറിനോടാണ്. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. വേണ്ട നിൽക്കുമ്പോൾ മാസലാം പോയി. മുസ്ലിം പെണ്ണത് പറയണമെങ്കിൽ ലോകം ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ എവിടെ എത്തിച്ചിരിക്കുന്നു? ഇപ്പോഴും നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ബാക്കിൽ തന്നെ കൊടുക്കേണ്ട നമ്മൾ കൊടുക്കുന്നില്ല. അത്ര പെട്ടെന്ന് ആ മക്കള് ആത്മഹത്യ ചെയ്യുന്നു. ഈ കോഴിക്കോടൻ ഇപ്പൊ അടുത്ത സമയത്ത് എത്രയായി ആത്മഹത്യ പെൺമക്കളുടെ? വീട്ടിലേക്ക് വരാൻ 2 ദിവസം താമസിച്ചു. വെള്ളിമാട് പോകുന്നുള്ള ആ പെൺകുട്ടി 9-10 മണിയായി വീട്ടിൽ വരാൻ. ഉമ്മ ചോദ്യം ചെയ്തു, പിറ്റേന്നോള് പോയിട്ട് തൂങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓള് മരിച്ചു. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ഭയങ്കര അപകടമാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ
തിന്നുകൊണ്ട് ശ്രദ്ധിച്ചോളൂ ഇൻഷാ അല്ലാഹ്. പറഞ്ഞു വന്നത് ഷഅബ് അബീ താലിബിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബനൂ ഹാഷിം കുടുംബവും 3 വർഷക്കാലമാണ് അതിശക്തമായ ഉപരോധനത്തിൽ ഖുറൈശികൾ കുടുക്കിയത്. പക്ഷെ അതിന്റെ പര്യാവസാനത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം രാത്രിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പ അബൂ താലിബിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, മൂത്താപ്പ, എന്റെ റബ്ബ് എനിക്ക് വിവരം തന്നിട്ടുണ്ട്. ഖുറൈശികൾ തോളിൽ എഴുതി കഅബാലയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ച ആ കരാറ് പത്രം ചെതല് തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. വഹയിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത്. അബൂ താലിബ് ചോദിച്ചു, മോനെ സത്യാണോ? അതേ മുത്താപ്പ, എന്റെ റബ്ബ് എനിക്ക് അറിയിച്ചിട്ടുണ്ട്. അത് ചെതല് തിന്ന് നശിപ്പിച്ച് കളഞ്ഞു, ഇനി ഉപരോധമില്ല. മുത്താപ്പ പറഞ്ഞു, മോനെ ഞാൻ പോയിട്ട് പറയട്ടെ. സന്തോഷായി, ധൈര്യമായിട്ട് പോയിട്ട് പറഞ്ഞോളൂ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞതിൽ വിശ്വാസവും അർപ്പിച്ചിട്ടാണ് അബൂ താലിബ് പോകുന്നത്. നടന്നു വരുന്നതുകൊണ്ടപ്പോ തന്നെ ഖുറൈശി നേതാക്കന്മാരൊക്കെ ചിരിച്ചോണ്ട് പറഞ്ഞു, 3 കൊല്ലമായപ്പോഴേക്കും അടിയറവ് വെച്ചു അല്ലെ, പരാജയം സമ്മതിച്ചിട്ടുള്ള വരവായിരിക്കും. അബൂ താലിബ് പറഞ്ഞു, അല്ല, എന്റെ മോൻ പറയുന്നു, അവന്റെ റബ്ബ് അവന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു വെച്ച ആ കരാറുപത്രം ചെതൽ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചിരിച്ചു ഈ വർത്താനം കേട്ടിട്ട്. അബൂ താലിബ് പറഞ്ഞു, തുറന്നു നോക്കണം. അഥവാ അവൻ പറഞ്ഞതുപോലെ ഇല്ലെങ്കിൽ എന്റെ സംരക്ഷണം ഞാൻ ഇന്ന് പിൻവലിക്കും. നിങ്ങൾക്ക് മുഹമ്മദിനെ കൊണ്ടുപോയിട്ട് കൊല്ലാം, ഞാൻ വിട്ടുവരും. പക്ഷെ അതുപോലെയാണെങ്കിൽ ഇനി ഉപരോധം നിങ്ങൾക്ക് സാധ്യമല്ല. നേതാക്കന്മാരൊക്കെ കൂടി വന്നു, കഅബാലയം തുറന്നു. അവർ വെച്ച സാധനം എടുത്ത് നോക്കുമ്പോഴേക്കും ബിസ്മില്ലാ എന്ന് എഴുതിയ അള്ളാന്റെ നാമം മാത്രം ബാക്കിയുണ്ട്. ബാക്കി മൊത്തം ചിതല തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. ഇതാര് കാണുകയാണ്? അബൂ താലിബ് കണ്ണുകൊണ്ട് കാണുകയാണ്. ആര് പറഞ്ഞത്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുത്തത്. പക്ഷെ എന്നിട്ടും കബൂൽ ചെയ്തില്ല, പോയി. ഉറപ്പായി. ഖുറൈശികൾ എന്ത് പറഞ്ഞു? അത് മുഹമ്മദ് സിഹർ ചെയ്തിട്ടുണ്ടാക്കിയതാണ്, അവൻ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ മക്കാ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൽമുണ്ട്, യഖീനും ഉണ്ട്. പക്ഷെ എന്തില്ലാണ്ടായി പോയി? കബൂൽ ചെയ്തില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിലും അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ദീനിനെ പറ്റി കൃത്യമായിട്ട് അറിയാം, തൗഹീദ് അറിയാം, സുന്നത്ത് അറിയാം, ഒക്കെ. പക്ഷെ കബൂൽ ചെയ്യാൻ അവരുടെ മനസ്സ്, സാഹചര്യം സമ്മതിക്കുന്നില്ല. അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറും വാക്ക് മാത്രമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഷഹാദയായി സ്വീകരിക്കപ്പെടുകയില്ല, അഥവാ മുസ്ലിമായി അവർ പരിഗണിക്കപ്പെടുകയില്ല. സംഗതി ഡേഞ്ചറാണ്. മിഞ്ഞാന്ന് മടിക്കേരിയിൽ നിക്കാഹ്. ഉപ്പ നമ്മുടെ സലഫി പ്രവർത്തകനല്ല, ആശയക്കാരനാണ്. മോളെ കെട്ടാൻ പോകുന്നവൻ ഒരു തബ്ലീഗുകാരനാണ്. അപ്പൊ ഞാൻ പള്ളിയിൽ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, തൗഹീദ് ഇല്ലാത്ത ഒരാളുടെ നിക്കാഹ് നമ്മളെ പള്ളി നമ്മൾ നടത്തി കൊടുക്കൂല. കാരണം അത്
മുസ്ലിമായ പെണ്ണിനെയും കാഫിറായ ആണിനെയും ചേർത്ത് വിഭജനം കൊടുക്കാൻ വേണ്ടി ഒപ്പുവെച്ച് കൊടുക്കല. അത് നമ്മൾ ചെയ്യൂല. കാരണം പരിഗണിക്കേണ്ടത് ആദ്യം എന്താ? ദീനല്ല. രണ്ടാൾക്കാരുടെ ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തായ്മല്ല. അത് നമ്മൾ നോക്കുക, ആ ചെക്കൻ്റെ തലമ വലിയ നിസ്കാരത്തായ്മുണ്ട്, അതുകൊണ്ട് ഞാൻ മോളെ കൊടുക്കറിഞ്ഞോ. തൗഹീദാണ് ദീൻ, അതാണ് നോക്കണ്ടത്. അതുണ്ടെങ്കിൽ വിളിച്ചു കൊടുക്കാം. അപ്പൊ ഇത് വലിയൊരു ചർച്ചയായി. ഈ ചങ്ങായി തബ്ലീഗുകാരനാണല്ലോ. ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ. അമ്മോശനെയും വിളിച്ച് ചോദിക്കണം, ഈ ചെക്കനെയും വിളിച്ച് ചോദിക്കണം. സെക്രട്ടറിയോട് പറഞ്ഞു, വിളിച്ച് ഓൻ്റെ ആദർശം എന്താണ്, നീ അള്ളാഹു അല്ലാത്തവരെ വിളിക്കാറുണ്ടോ, സഹായം തേടാറുണ്ടോ, അതിനെപ്പറ്റി എന്താ നിന്റെ വിശ്വാസം എന്ന് ചോദിക്കണം. ചോദിച്ചവൻ എന്താണോ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലേ നമുക്ക് നിക്കാഹ് നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നുമില്ല, നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല, നമ്മൾ കന്നാനോട് തന്നെ ചോദിക്കും. ഖലാസ്, കേട്ടാൽ മതി. ഹൃദയം കീറിയിട്ട് നോക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. അയച്ചു കൊടുത്തു. അത്ര കണിശതയിൽ നമ്മൾ ഇതിനെ കാണുക തന്നെ വേണം. കാരണം മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിക്കുന്ന വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇൽമിലും യഖീനിലുള്ള ഖബൂൽ ഉണ്ടല്ലോ, അത് ഏതൊക്കെ വിഷയത്തിൽ വരുന്നറിയോ? വയദ്ഖുലു ഫി റദ്ദി വഅദമിൽ ഖബൂൽ. നമ്മൾ ഇത് ഇത്രയും ഇൽമുണ്ടായിട്ടും ഉറപ്പുണ്ടായിട്ടും സ്വീകരിക്കാതിരിക്കുന്നതിന്റെ പരിധിയിൽപ്പെടും. മൻ, ചില ആളുകൾ യഅ്തരിദു അലാ ബഅദിൽ അഹ്കാമി ശർഇയ്യ, ശർഇയ്യായ ചില ഹുക്കുമുകളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം പറയുകയോ അല്ലെങ്കിൽ അതിനോടൊരു ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകളും. ഏതുപോലെ? കട്ടവന്റെ കൈവട്ടണം ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെട്ട ഹദ്ദാണ്. അതെന്ത് നിയമോപ്പ എന്നൊരുത്തം പറഞ്ഞാൽ അവന്റെ ഈമാൻ ബാത്തിലാണ്. കബൂൽ ചെയ്യാൻ അത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നല്ല, അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കണോ വേണ്ട വേറെ കാര്യം. പക്ഷെ ആ നിയമം, അതാണ് നിയമം, അതാണ് ശരി, അത് കബൂൽ ചെയ്യൽ നിർബന്ധം. വിഭജിച്ചവനെ കല്യാണം കഴിച്ചവനാണെങ്കിൽ നിറഞ്ഞു കൊല്ലണം, അതാ നിയമം. എത്ര ക്രൂരമാണ് ഇസ്ലാമിന്റെ കൊല എന്നൊരു മുസ്ലിം പറയാൻ കഴിയില്ല. അതാണ് അതിന്റെ നിയമം. പക്ഷെ അത് ചെയ്യണോ വേണ്ടേ, അത് വേറെ കാര്യം. തഅദ്ദുദു സൗജാത്ത്. എന്താണ് തഅദ്ദുദു സൗജാത്ത്? ഇണകള്. അതിനെന്താ മലയാളത്തിൽ പറയാം? നിങ്ങളെല്ലാം ഒന്നിന്റെ ആൾക്കാരെ കൊണ്ട് ആ വാക്കൊന്നും കിട്ടാത്ത ബഹുഭാര്യത്വം. നിങ്ങളുടെ അഭിപ്രായം? ചീപ്പ് പരിപാടി. ഇപ്പൊ മഅദല്ലാ, പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളി. ഭാര്യമാര് നിങ്ങൾ രണ്ടാമത് കെട്ടണം എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞോളി. പക്ഷെ എന്ത് പറഞ്ഞ് ഭർത്താക്കന്മാരെ കെട്ടാൻ വേണ്ടി പ്രേരിപ്പിച്ചിരുന്നു. പക്ഷെ ആണുങ്ങൾ ഒന്നിലധികം, മസല വസുലാസ ഉർബ, 4 വരെ കല്യാണം കഴിക്കുന്നതിനെ ഒരു എന്താ പറയാ, ഒരു ചീപ്പ് പരിപാടിയായി കണ്ടാൽ കബൂലിനെതിരാണത്. കാരണം അല്ലാഹുവിന്റെ ശറഇലെ നിയമമാണ് ആണുങ്ങൾക്ക് 4 വരെ കെട്ടാമെന്നുള്ളത്. അതിനെ വിമർശിക്കാനോ അതിനെ കൊഞ്ഞനം കുത്താനോ കളിയാക്കാനോ പാടില്ല. വിമർശിച്ചാൽ എന്താ സംഭവിക്കുന്ന അറിയോ? ഇത്രയൊക്കെ ആയിട്ടും അള്ളാഹ് തീരുമാനിച്ച ഒരു തീരുമാനത്തെ ഉൾക്കൊള്ളാൻ മാത്രം എന്തായില്ല, മനസ്സ് പാകപ്പെട്ടിട്ടില്ല. അത് ഷഹാദത്തിനെതിരാണ്. ഓക്കെ, നീതി കാണിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് മതി. അവിടെല്ലാം പറഞ്ഞു നിർബന്ധിക്കുന്നില്ല. നീതി കാണിക്കാൻ പറ്റുമെങ്കിലോ എത്ര വരെ ആവാം? അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്താ ആമീൻ പറയത്തുന്നത്? അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നിങ്ങൾക്ക് തരുമല്ലോ, നമുക്ക് തരുമുണ്ട്. അള്ളാഹു വളരെ എളുപ്പാക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതറിയോ, അതിനെ വിമർശിച്ചൂടാ. കാരണം ഇങ്ങനെ മുസ്ലിമീങ്ങൾ വരെ മൈക്ക് കെട്ടിയിട്ട് പറയാ എന്ത് പരിപാടിയാണ്, തറവാടിത്തം ചെയ്യാൻ, കുടുംബത്തിനൊക്കെ. അള്ളാന്റെ ഹുക്കുമാണ്, അള്ളാന്റെ നിയമമാണ്. അതേപോലെ അനന്തരാവകാശത്തിന്, അനന്തര സ്വത്തിന് എത്ര ആൾക്ക് കൃത്യമായിട്ടുള്ള കണക്ക് അള്ളാഹ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തൊരു കണക്ക് നമ്മൾ കൊണ്ടുവരണ്ട. കൊണ്ടുവന്നാൽ കബൂലിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അള്ളാഹു പറഞ്ഞു എന്നിട്ടാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദ അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു മുഅ്മിനായ ആണിനോ പെണ്ണിനോ അനുവാദമില്ല അള്ളാഹു അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യക്തി താല്പര്യമോ വ്യക്തി അഭിപ്രായമോ പറയാൻ. ആ ആയത്തിന്റെ പിറകിൽ ഒരു സംഭവമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് സൂചിപ്പിക്കാം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.